ശരി നിഷാദ്, അവിടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ മുതിർന്നവരെല്ലാം DC ഓഫീസിലുണ്ട്. നമ്മൾ എലിക്കകത്ത് വീട്ടിലും കണ്ടതാണ്. എങ്കിൽ കൂടിയും VS അവസാനമായി ആ പാർട്ടി ഓഫീസിലേക്കൊന്ന് കയറുക എന്നത് ആ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ആ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഒരു വൈകാരിക നിമിഷമാണ് നിഷാദ്. തീർച്ചയായും VS അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രാ വാഹനം ഏറെ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പെരുമഴ പെയ്യുന്നു ഇവിടെ എന്ന് പറയാം. പക്ഷെ ആ മഴക്കിടയിലും ജനക്കൂട്ടം ഈ വിലാപയാത്രാ വാഹനത്തിന്റെ പിന്നാലെ നിന്ന് വലിയ മുദ്രാവാക്യങ്ങൾ ിക്കുന്നു. VS അച്യുതാനന്ദനോട് അദ്ദേഹത്തിന്റെ സമരങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആ സമരത്തിന്റെ ജ്വാല ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. താങ്കൾ മരിച്ചു പോയിട്ടില്ല, ഞങ്ങളുടെ സമരങ്ങളിലൂടെ താങ്കൾ ജീവിക്കുന്നുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. തിരുവനന്തപുരത്ത് തുടങ്ങിയ വിലാപയാത്ര വലിയ സമയം പിന്നിട്ടുകൊണ്ടാണ്, ഏതാണ്ട് 24 മണിക്കൂറോളം സമയം പിന്നിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:45 പുറപ്പെട്ട ആ വിലാപയാത്ര ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3 മണി കഴിയുമ്പോഴാണ് ആലപ്പുഴയിലെ DC ഓഫീസിലെത്തുന്നത്. ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തിരിക്കുന്നു. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്നത് ഇവിടെയാണ്. വിവിധ കക്ഷി നേതാക്കൾ കാത്തിരിക്കുന്നു, മുന്നണി നേതാക്കൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ സമയം വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഖാക്കൾ, പാർട്ടി അംഗങ്ങളും അനുഭാവികളും എല്ലാവരും തന്നെ ഏതാണ്ട് 7-8 മണിക്കൂറായി DC ഓഫീസിന്റെ പരിസരത്ത് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടാകുമോ എന്നത് അറിയില്ല. അത് അങ്ങനെ അവസരമൊരുക്കിയാൽ ഇന്നത്തെ ദിവസം ഇത് വല്ലാതെ നീണ്ടുപോകുമെന്ന് നമുക്കറിയാം. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോയതുപോലെ വല്ലാതെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒന്നാമത്തെ കാര്യം, VS അച്യുതാനന്ദൻ എല്ലാവർക്കും അവിടെ വരുന്നവർക്ക് കാണാൻ പക്ഷേ ആയപ്പോൾ ക്യൂവിൽ നിന്ന് ആളുകളെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ അവർ തീരുമാനിച്ചു. പിന്നെ അവസാനം അടുത്ത ബന്ധുക്കൾക്കും അവസാനത്തെ വിടവാങ്ങൽ മുദ്രാവാക്യത്തിനും മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയാത്ത കുറേ അധികം ആളുകൾ അധികം ആളുകൾ ഗ്രൗണ്ടിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനക്കൂട്ടം 2000-ഓളം ആളുകളെങ്കിലും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നില്ല. ഉച്ചയ്ക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇവർക്ക് എല്ലാവർക്കുമുള്ള കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പൊതുദർശന പരിപാടി നീണ്ടുപോകും. അപ്പോൾ ഇവിടെ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല, അത് വണ്ടി വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് അരമണിക്കൂർ നേരത്തെ അനൗൺസ് ചെയ്തു. പക്ഷേ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ ഈ മൃതദേഹം ഇറക്കി വെച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ തന്നെ അരമണിക്കൂർ സമയം എടുക്കും. അതിനുശേഷം VIP-കൾക്ക് അവരുടെ ഉപചാരം അർപ്പിക്കാനുള്ള ടൈമിന് തന്നെ അരമണിക്കൂറിലധികം സമയം വേണം. അതുകൊണ്ട് അരമണിക്കൂർ സമയം കൊണ്ട് എല്ലാം ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോവുക ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് ഇതിനകത്ത് കയറി കാണാൻ അവസരം ഉണ്ടാവും അറിയില്ല. ഇപ്പോൾ ആൾക്കാരെ ഗേറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ആളുകൾ അകത്തേക്ക് ചാടിക്കിടക്കുന്നുണ്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ കാണിക്കേണ്ടി വരും. എന്തായാലും പെരുമഴയിലൂടെയാണ് VS ആലപ്പുഴയിൽ കടന്നു പോകുന്നത് എന്ന് എടുത്തു പറയണം. കനത്ത മഴ പെയ്യുന്നു. കുട പിടിച്ചുകൊണ്ടും അല്ലാതെയും ജനക്കൂട്ടം വലിയ മുദ്രാവാക്യങ്ങളിൽ ആവേശത്തോടെ വിളിച്ചു പറയുന്നതിൻ്റെ, വികാരവായ്പോടെ വിളിച്ചു പറയുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാനുള്ളത്. ഒരു മരണം, ഒരു വിലാപയാത്ര, അതിൻ്റെ വൈകാരിക തീക്ഷ്ണത ഏറ്റവും കൂട്ടാൻ പറ്റുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് മഴ, നമുക്കറിയാവുന്നതുപോലെ. സോ ആ വൈകാരികാവസ്ഥയെ അത് കൂടുതൽ തീക്ഷ്ണമാക്കുന്നു മഴ എന്നേ പറയാനുള്ളൂ. അല്പം പോലും കെടുത്തിക്കളയുന്നില്ല. കുറച്ചുകൂടി വികാരഭരിതമാക്കുന്നു ഈ മഴ എന്നേ പറയാനുള്ളൂ. അല്പം പോലും അതിനെ ചെറുതാക്കുന്നില്ല. അതുകൊണ്ട് ഈ മഴയത്തും ജനക്കൂട്ടം, സഖാക്കൾ കാത്തു നിൽക്കുന്നു VS അച്യുതാനന്ദന്റെ അവസാനത്തെ ഒരു നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ നിന്ന് ഇനി ഗ്രൗണ്ടിലേക്ക് പോകണം. ഗ്രൗണ്ടിലും ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും VSന് അന്ത്യോപചാരം അർപ്പിക്കാനെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുവരികയും സംസ്കാര ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയുമാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 7 മണി 8 മണിയെങ്കിലും ആകും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനും അത് പൂർത്തിയാകാനും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചുടുകാട്ടിലും ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ. പക്ഷെ അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ അധികം നീട്ടിക്കൊണ്ടുപോകാതെ പൂർത്തിയാക്കേണ്ട ബാധ്യതയുമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച DC ഓഫീസിന് മുമ്പിൽ 10 മണിക്കൂറായി കാത്തുനിന്ന ജനക്കൂട്ടം VS അച്യുതാനന്ദൻ അവസാനമായി ആ DC ഓഫീസിലേക്ക് വരുമ്പോൾ ആർത്തലയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. VS അച്യുതാനന്ദന്റെ ദീർഘകാലത്തെ തട്ടകമായിരുന്ന ആലപ്പുഴയിലെ പാർട്ടിയുടെ കേന്ദ്ര ആസ്ഥാനമാണ് DC ഓഫീസ്. അപ്പോൾ അദ്ദേഹത്തിന് വിരോചിതമായ വികാരതീക്ഷ്ണമായ യാത്രയപ്പ് നൽകുന്നു ഇവിടുത്തെ ജനക്കൂട്ടം എന്നാണ് കാണുന്നത്. ഷെയ്ഫു, മഴ പെയ്യുന്നുണ്ട്, പെരുമഴ പെയ്യുന്നുണ്ട് ഈ സമയം എന്ന വിവരം കൂടി നൽകുന്നുണ്ട് നിഷാദ്. അപ്പോൾ സ്വാഭാവികമായും റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ തോരാമഴ അങ്ങനെ നിന്ന് പെയ്താൽ എന്താകും എന്നൊരു ചിന്ത ഈ സമയം അലട്ടുന്നുണ്ടോ നിഷാദ്? എന്നുവെച്ചാൽ മഴയാണെങ്കിൽ കൂടിയും അവിടെ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം, സംവിധാനം, അവസരം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഉണ്ടാകുമോ?
ആളുകൾക്ക് DC ഓഫീസിനകത്താണ് മൃതദേഹം വെച്ച ശേഷം കാണാനുള്ള അവസരം ഉണ്ടാവുക. അവിടേക്ക് ആളുകൾ കയറി ഇറങ്ങി വരാം. പുറത്ത് ഞാൻ ചോദിച്ചത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഒരു കാര്യമായിരുന്നു ഉഷാദ്. അപ്പോൾ ആളുകൾ നനയുന്നുണ്ട്. കുട കൊണ്ടുവന്നിട്ടുള്ള മഴക്കാലമായതുകൊണ്ട് കുടയുമായിട്ട് വന്നുള്ള ആൾക്കാർ ഇവിടെ പുറത്ത് കുടയുമായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ എത്ര പേർക്ക് അകത്ത് കയറി ഇറങ്ങുക, ഒരു പാത്തുണ്ടാക്കി അകത്ത് കയറുക, കണ്ട് അഭിവാദ്യം ഉറപ്പിച്ച് തിരിച്ചിറങ്ങി പോവുക എന്നുള്ളത് എന്തുമാത്രം പോസിബിൾ ആണ് എന്ന കാര്യം സംശയമാണ്. ഒന്നാമത് സൈഫു, ഇവിടെ VIPs ഒരുപാടുണ്ട്. CM അടക്കം VIPs ഉള്ളതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ഒരു അയഞ്ഞ സമീപനത്തിൽ എല്ലാവർക്കും കയറി ഇറങ്ങി പോവുക എന്നുള്ളത് പോസിബിളായ കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ ഒന്നാമത് പോലീസ് ഉണ്ട്, വലിയ പോലീസ് പടയുണ്ട്. അതിൻ്റെ കൂടെ റെഡ് വാളണ്ടിയേഴ്സ് ഉണ്ട്. അവർ ആൾക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അത് CM അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ള VIPs ഉള്ളത് കൊണ്ട് ഇവിടെ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കുറച്ചൊരു അയഞ്ഞ സമീപത്തിൽ കയറി ഇറങ്ങി പോരുക എന്നുള്ളത് നടക്കുന്ന കാര്യമായിരിക്കില്ല. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ സമയത്തും പിന്നെ ഏറ്റവും അവസാനത്തെ ആളെയും കാണിക്കുക എന്നൊരു സമീപനത്തിലേക്ക് അവർ പോയിരുന്നു. പക്ഷെ കോട്ടയത്തെ തിരുനക്കര എല്ലാവർക്കും പൂർണ്ണമായി സെമിത്തേരിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും കാണുക എന്നത് സാധ്യമല്ല. വന്നിരിക്കുന്ന ആളുകളും എല്ലാവരും കാണാമെന്ന പ്രതീക്ഷയിൽ മാത്രമല്ല. VS അച്യുതാനന്ദൻ രാഷ്ട്രീയ കേരളത്തോട് വിട ചൊല്ലി പോകുമ്പോൾ ആ ഇവന്റിന്റെ വിടവാങ്ങൽ മടങ്ങിപ്പോക്കിൽ നിന്നുള്ള ജനസഞ്ചയത്തിന്റെ ഭാഗമാവുക എന്ന രാഷ്ട്രീയ ബോധ്യത്തോടെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും കാണാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആ ഒരു ഇവന്റ് ഉണ്ടല്ലോ, അദ്ദേഹം പോകുന്ന ഇവന്റ്, അതിന്റെ ഭാഗമാവുക, അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അച്യുതാനന്ദൻ വിടവാങ്ങിപ്പോയപ്പോൾ ആ സംസ്കാര ചടങ്ങുകൾക്കൊപ്പം, ആ വിലാപയാത്രക്കൊപ്പം, ആ പൊതുദർശന വേദിക്കരികിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ രേഖപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആൾക്കാരോട് വന്നിരിക്കുന്നത് കാണാം. അതുകൊണ്ട് എല്ലാവരും കയറി കാണുക പോസിബിൾ അല്ല. എന്നാലും ആലപ്പുഴയിലെ 3 പോയിന്റുകൾ ഉണ്ടായിട്ട് ആ 3 പോയിന്റുകൾ അധികരിപ്പിച്ച സമയമുണ്ടായിട്ട് കൂടി കണ്ടു തീർക്കാൻ കഴിയാത്തവണ്ണമുള്ള വലിയ ജനസഞ്ചയം തെരുവുകളിലും എല്ലായിടത്തും കാത്തു നിൽക്കുന്നു. ഇപ്പോൾ ഗ്രൗണ്ടിലും കാത്തു നിൽപ്പുണ്ട്. എന്തായാലും ഇത് കുറച്ചുകൂടി നീണ്ടുപോകുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. VS അച്യുതാനന്ദൻ ആലപ്പുഴയ്ക്ക് ആരായിരുന്നുവെന്ന്, കേരളത്തിന് ആരായിരുന്നുവെന്ന് ആലപ്പുഴ ഇന്നിപ്പോൾ ഈ മഴയത്ത് വിളിച്ചു പറയുകയാണ്. നമ്മോട് കുതിരുന്നു പോകാത്ത ആവേശത്തോടെ ജനക്കൂട്ടം വിളിച്ചു പറയുന്നു. സമരാവേശത്തിന് കെടുത്താനാവാത്ത മഴയുടെ വലിയ പെയ്ത്തിനും തടയാൻ കഴിയാത്ത സമരാവേശത്തിന്റെ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. VS നിങ്ങൾ സമരം ചെയ്യാൻ പഠിപ്പിക്കാനാണ് നിങ്ങളത് ഞങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് വിളിച്ചു പറയുന്നു യുവത അദ്ദേഹത്തോട്. ഈ ഇടതുപക്ഷ ചേരിയിലെ യുവാക്കൾ പോലും എന്തുമാത്രം ആവേശത്തോടെ VS അച്യുതാനന്ദനെ ഇപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കണ്ടാൽ എന്ന് കാണാൻ കഴിയും. DC ഓഫീസിലാണ് ഇപ്പോൾ VS ഉള്ളത്. പഴയ തട്ടകത്തിലാണ്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്, യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. വേലിക്കകത്ത് വീട്ടിൽ നിന്ന് പിച്ച വെച്ച് തുടങ്ങിയത് DC ഓഫീസിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഈ പോരാട്ട ജീവിതത്തിൻ്റെ വലിയ പാന്താവിലേക്ക് നടന്നു പോയത് VS. അപ്പോൾ പഴയ തട്ടകത്തിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി VS വരുന്നു. അത് അങ്ങേയറ്റം വൈകാരികമായൊരു മുഹൂർത്തമാണ് അവിടെയുള്ള ഓരോ പാർട്ടി പ്രവർത്തകരെയും അണികളെയും നേതാക്കളെയും സംബന്ധിച്ച്. അപ്പോൾ VS അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി അവസാനമായി സഖാക്കളോട് യാത്ര പറയാൻ, പ്രിയപ്പെട്ട മനുഷ്യരോട് യാത്ര പറയാൻ, മലയാള നാടിനോട് യാത്ര പറയാൻ ആലപ്പുഴ DC ഓഫീസിലേക്ക്, ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു എന്നത് അങ്ങേയറ്റം വികാരനിർഭരമായ ഒരു നിമിഷവും സന്ദർഭവുമാണ്. അവിടെ CPM-ൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം, കേന്ദ്ര കമ്മിറ്റി നേതാക്കളടക്കം പിണറായി വിജയനും MV ഗോവിന്ദനും SRPയും പാർട്ടി സെക്രട്ടറി MA ബേബിയും അടക്കമുള്ള പാർട്ടി നേതാക്കൾ, മന്ത്രിമാർ, മറ്റു പാർട്ടികളുടെ എല്ലാം നേതാക്കൾ എല്ലാവരും DC ഓഫീസിൽ ഇപ്പോൾ ഈ സമയമുണ്ട്. DC ഓഫീസിൽ ഇപ്പോൾ സെയ്ഫ് സൈനുൽ ഉണ്ട്. സെയ്ഫ്, അവിടെ ഒരു പൊതുദർശനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം പൊതുദർശനം നടക്കാനാണെങ്കിൽ അനവധി ആളുകൾ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ ഒരു പൊതുദർശന രീതിയിൽ അവിടെ ഉണ്ടാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. എന്താണ് അവിടെ നിൽക്കുമ്പോൾ സെയ്ഫിനെ സൂചിപ്പിക്കാനുള്ളത്? പെരുമഴയാണ്. ആ പെരുമഴയത്ത് ആൾക്കാരിങ്ങനെ റോഡിൽ നിൽക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് VS-നെ കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന മനുഷ്യരാണ്. അത് വന്നിട്ടുള്ളത് ഈ ജില്ലയിൽ നിന്ന് VS-ന്റെ ഏതെങ്കിലും പരിസരത്തു നിന്നുള്ള VS-ന്റെ കുടുംബവുമായി ബന്ധമുള്ള ആൾക്കാരൊന്നും അല്ല. കാസർഗോഡ് മുതൽ ഏതാണ്ട് എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും, മറ്റു 3 തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും ഒഴിച്ച് മറ്റ് 11 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ മഴയത്ത് ഇവിടെ കാത്തു നിൽക്കുന്നത്. അവർ ഇന്നലെ വൈകുന്നേരത്തിൽ ട്രെയിൻ കയറി, ബസ് കയറി
വണ്ടി പിടിച്ച് ഒക്കെ വന്ന് VS-നെ അവസാനമായി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അവർക്ക് കാണാൻ പറ്റാതിരുന്നാൽ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു നിരാശ ഉണ്ടാകും. പക്ഷെ അവരാരും ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. പെരുമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും മെനഞ്ഞാലും ഇല്ലാത്ത തരത്തിൽ വലിയ മഴ ഇപ്പോ നമുക്ക് ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും വലിയ മഴയത്തും ആൾക്കാർ ഇങ്ങനെ കുടയും ചൂടി കുറെ പേർ മഴ നനഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോ പൊതുദർശനത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? പാർട്ടി അതിനകത്ത് എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് നോക്കിക്കാണേണ്ടി ഇരിക്കുന്നു. വലിയ ജനത്തിരക്കാണ്. ഞാൻ രാവിലെ മുതൽ പറയുന്നുണ്ടായിരുന്നു സൈഫുദ്ദീൻ, ഏതാണ്ടൊരു DC ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കടന്ന് അവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ ആണ് രാവിലെ 11 മണി മുതൽ ഏതാണ്ട് ഒരു 10:45 സമയത്താണ് നമ്മളവിടെ എത്തുന്നത്. ആ സമയം മുതൽ ക്യൂ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 3:30 സമയം കഴിഞ്ഞു. വന്ന ആൾക്കാരെല്ലാം പല ജില്ലകളിൽ നിന്ന് യാത്ര ചെയ്ത് ആഹാരം പോലും കഴിക്കാതെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം VS-നെ അവസാനമായി ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് DC ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ മഴ പ്രതികൂലമായി വരുന്നുണ്ടെങ്കിലും ആൾക്കാർ അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. സംസ്കാരം തീരുമാനിച്ചിരുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ്. പക്ഷെ അത് ആ സമയത്ത് നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് റിക്രിയേഷൻ ക്ലബിലേക്ക് VS-ന്റെ മൃതദേഹം കൊണ്ടുപോകണം. അവിടെ ഒരു പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് അവിടെ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മഴ നനയാതൊക്കെ കാണാൻ കഴിയും എന്ന് തോന്നുന്നു. അത് എങ്ങനെ വേണമെന്ന് പാർട്ടി നേതാക്കന്മാരെല്ലാം ഇപ്പോൾ CPM-ന്റെ എല്ലാ നേതാക്കന്മാരും സംബന്ധിതരായ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. CPM നേതൃത്വം ഒന്നാകെ ആലപ്പുഴയിലാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതുപോലെ തന്നെ ബിമൻ ബസു, ബംഗാളിൽ നിന്നുള്ള ബിമൻ ബസു അടക്കമുള്ള നേതാക്കൾ VS-നെ അവസാനമായി കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് ഉണ്ടായിരുന്നു, ബൃന്ദ കാരാട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. അങ്ങനെ പാർട്ടി നേതൃത്വമായിരിക്കും അതിനകത്തൊരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും ആ ജനത്തിരക്ക് അത് ഈ DC ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഇടുങ്ങിയ വഴിയിലാണ് ഉള്ളത്. അവിടെ നിന്ന ആൾക്കാർ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിൽ കയറിയാണ് ഇപ്പോ നിലവിൽ നിൽക്കുന്നത്. മഴ നനയാതെ നിൽക്കുന്നവരുണ്ട്, മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, കുട ചൂടി നിൽക്കുന്ന ആൾക്കാർ ഉണ്ട്. അവർക്ക് നിരാശപ്പെടേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവൊക്കെ വരും സമയങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. എന്തായാലും VS-നെ അല്പസമയം മുമ്പ് എത്തിക്കുമ്പോൾ അതൊരു ആവേശം ഇപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം നമ്മൾ VS ജീവിച്ചിരുന്ന കാലം മുഴുവൻ കേട്ട കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ മാത്രം കേൾക്കാതിരുന്ന ബാക്കിയുള്ള ഏതാണ്ട് 96 വർഷക്കാലം VS ജീവിച്ചിരുന്ന 96 വർഷക്കാലത്തിൽ ഏതാണ്ടൊരു VS-ന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ VS ഒരു താരമായി മാറുന്നതിന് ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യമാണ് നമ്മൾ ഇപ്പോഴും ഈ വലിയ മഴയ സമയത്തും കേൾക്കുന്നത്. അത് സൈഫുദ്ദീനും കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വലിയ ആവേശം അല്ലെങ്കിൽ VS-നുള്ള അന്തിമോപചാരം അത് അദ്ദേഹം അർഹിക്കുന്ന നിലയിൽ നൽകണം എന്ന് പാർട്ടി അണികൾ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ മുദ്രാവാക്യം നമ്മളിങ്ങനെ ഉയർന്ന് കേൾക്കുന്നത്. ഇവിടെ നിന്ന് VS-നെ ഉടനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് പാർട്ടി ആലോചിക്കുന്നത്. പക്ഷേ പൊതുദർശന സ്വഭാവത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വൈകും. അതിനകത്തൊരു തീരുമാനം എന്തായാലും പാർട്ടി നേതൃത്വം ഉടനെ എടുക്കും. ശരി, പാർട്ടി ഓഫീസിൽ പൊതുദർശനമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പുറത്ത് മനുഷ്യർ അനവധി കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അവസാനമായൊരു നോക്കുകയാണുള്ള അവസരം. ആരെയും നിരാശപ്പെടുത്തേണ്ടതില്ല എന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചതാണ്. സമയം വൈകിട്ടുണ്ടെങ്കിൽ കൂടിയും DC ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണോ ക്രമീകരണങ്ങളാണോ അവിടെ നടത്തുന്നത് എന്നറിയേണ്ടിയിരിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം, കേന്ദ്ര കമ്മിറ്റി നേതാക്കളെല്ലാം, മുതിർന്ന നേതാവ് ബിമൻ ബസു അടക്കമുള്ളവരെല്ലാം ഇപ്പോൾ അവിടെ ഉണ്ട്. പിണറായി വിജയൻ, SRP, MB ഗോവിന്ദൻ, MA ബേബി അടക്കമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ പുറത്ത് നൂറുകണക്കിന് മനുഷ്യർ ഇപ്പോഴും പുറത്ത് DC ഓഫീസിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അവസാനമായൊരു നോക്ക് കാണാൻ അവസരമുണ്ടാകുമെന്ന ചോദ്യം ഈ സമയം ഉയരുന്നുണ്ട്. അപ്പോൾ ഒരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണം അതിനകത്ത് ഒരുക്കുന്നു എന്ന് വേണം കരുതാൻ.